വാക്കുകൾ കൊണ്ട് എങ്ങനെയൊരു ക്രൗഡിനെ മാറ്റിയെടുക്കാം? ലോക സാഹിത്യത്തിലെ തന്നെ ഏറ്റവും മികച്ചൊരു സ്പീച്ചാണ് ജൂലിയസ് സീസറിന്റെ ഫ്യൂണറലിൽ മാർക്ക് ആന്റണി നടത്തിയ ആ കിടിലൻ സ്പീച്ച്. വെറും വാക്കുകളും ഇമോഷൻസും ഐറണിയും ഉപയോഗിച്ച് സീസറിനെ കൊന്നവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ക്രൗഡിനെ ആന്റണി എങ്ങനെ തന്റെ ഭാഗത്തേക്ക് തിരിച്ചുവെന്നത് ഈ സ്പീച്ച് നമ്മെ അത്ഭുതപ്പെടുത്തും. എ വാം വെൽക്കം ടു ടോപ്പ് ട്യൂഷൻ. ഫ്രണ്ട്സ്, റോമൻസ്, countrymen, lend me your ears. I come to belly Caesar, not to praise him. The evil that men do lives after them. The good is oft interred with their bones. So let it be with Caesar. The noble Brutus hath told you Caesar was ambitious. If it were so, it was a grievous fault, and grievously hath Caesar answered it. Here, under leave of Brutus and the rest, for Brutus is an honourable man, so are they all honourable men. Come I to speak in Caesar's funeral. മാർക്ക് ആന്റണി വളരെ തന്ത്രപരമായി ക്രൗഡിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. താനിവിടെ വന്നിരിക്കുന്നത് സീസറിനെ പ്രേസ് ചെയ്യാനല്ല, മറിച്ച് തന്റെ സുഹൃത്തിനെ അടക്കം ചെയ്യാൻ മാത്രമാണ് എന്ന് അദ്ദേഹം പറയുന്നു. മനുഷ്യർ മരിക്കുമ്പോൾ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ആരും ഓർക്കില്ല, മറിച്ച് അവരുടെ ഈവിൽ ഡീഡ്സ് മാത്രമേ ആളുകൾ ഓർക്കുകയുള്ളൂ എന്നൊരു വലിയ സത്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സീസറിന്റെ കാര്യത്തിലും അതങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. ബ്രൂട്ടസ് പറഞ്ഞത് സീസർ വളരെ ആംബിഷ്യസ് ആയിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു തെറ്റാണ് എന്നും അതിനുള്ള വില സീസർ തന്റെ ജീവൻ നൽകി കൊടുത്തു എന്നും ആന്റണി പറയുന്നു. ബ്രൂട്ടസും മറ്റ് കോൺസ്പിറേറ്റേഴ്സും ഓണറബിൾ മെൻ ആയതുകൊണ്ട് മാത്രമാണ് തനിക്കിവിടെ സംസാരിക്കാൻ അനുവാദം കിട്ടിയത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഈ ഓണറബിൾ എന്ന വാക്ക് തുടർച്ചയായി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു തന്ത്രമാണ്. സത്യത്തിൽ അവരെ പുകഴ്ത്തുകയല്ല, മറിച്ച് ആളുകളുടെ മനസ്സ് വളരെ പതുക്കെ മാറ്റിയെടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ആളുകളുടെ മനസ്സ് വളരെ പതുക്കെ മാറ്റിയെടുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. He was my friend, faithful and just to me. But Brutus says he was ambitious, and Brutus is an honourable man. ആന്റണി തനിക്കും സീസറിനുമിടയിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. സീസർ തന്നോട് വളരെ ഫെയ്ത്ത്ഫുളും ജസ്റ്റുമായ ഒരു നല്ല സുഹൃത്തായിരുന്നു എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഇതിലൂടെ സീസർ ഒരു മോശം ഭരണാധികാരിയായിരുന്നു എന്ന വാദത്തെ അദ്ദേഹം നേരിട്ട് എതിർക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ബ്രൂട്ടസിന്റെ വാദത്തിലേക്ക് അദ്ദേഹം മടങ്ങുന്നു. ബ്രൂട്ടസ് പറയുന്നത് സീസർ അംബീഷ്യസ് ആയിരുന്നു എന്നാണ്. ബ്രൂട്ടസ് ഒരു ഓണറബിൾ മാൻ ആയതുകൊണ്ട് അത് ശരിയായിരിക്കാം എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു. ആളുകളെ പെട്ടെന്ന് ദേഷ്യപ്പിടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ തന്റെ നല്ല സുഹൃത്തായ സീസറിനെ കൊന്നവർ എങ്ങനെ ഓണറബിൾ ആകും എന്ന ചോദ്യം അദ്ദേഹം ആളുകളിൽ ഉണ്ടാക്കുകയാണ്. ഈ കോൺട്രാസ്റ്റ് ആളുകളുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങുന്നു. തങ്ങൾക്ക് തെറ്റുപറ്റിയോ എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുകയാണ്. He hath brought many captives home to Rome, whose ransoms did the general coffers fill. Did this in Caesar seem ambitious? When that the poor have cried, Caesar hath wept. Ambition should be made of sterner stuff. Yet Brutus says he was ambitious, and Brutus is an honourable man. സീസർ എത്രത്തോളം റോമിനെ സ്നേഹിച്ചിരുന്നു എന്ന് തെളിയിക്കാൻ ആന്റണി ചില യാഥാർത്ഥ്യങ്ങൾ നിരത്തുന്നു. യുദ്ധങ്ങളിൽ വിജയിച്ച് ഒരുപാട് ക്യാപ്റ്റീവ്സ് അഥവാ തടവുകാരെ സീസർ റോമിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവരുടെ റാൻസംസ് അഥവാ മോചനദ്രവ്യം റോമിലെ പബ്ലിക് കോഫേഴ്സിൽ അഥവാ ഖജനാവിലാണ് അദ്ദേഹം നിക്ഷേപിച്ചത്, അല്ലാതെ സ്വന്തം പോക്കറ്റിലല്ല. ഇതൊരു അംബീഷ്യസ് ആയ മനുഷ്യന്റെ സ്വഭാവമാണോ എന്ന് അദ്ദേഹം ജനങ്ങളോട് ചോദിക്കുന്നു. പാവപ്പെട്ടവർ കരയുമ്പോൾ അവരുടെ സങ്കടം കണ്ട് സീസറും കരഞ്ഞിരുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അധികാരക്കൊതിയുള്ള ഒരാൾ ഒരിക്കലും ഇത്രത്തോളം സെൻസിറ്റീവ് ആകില്ല എന്ന് ആന്റണി വാദിക്കുന്നു. ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ബ്രൂട്ടസ് പറയുന്നത് സീസർ അംബീഷ്യസ് ആയിരുന്നു എന്നാണ്. ബ്രൂട്ടസ് ഒരു ഓണറബിൾ മാൻ ആണെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. പക്ഷേ ഇപ്പോൾ ആ വാക്ക് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് കോൺസ്പിറേറ്റേഴ്സിനോട് പുച്ഛം തോന്നാൻ തുടങ്ങുകയാണ്. You all did see that on the Lupercal. I thrice presented him a kingly crown, which he did thrice refuse. Was this ambition? Yet Brutus says he was ambitious, and sure, he is an honourable man. തന്റെ ആർഗ്യുമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ആന്റണി കടക്കുകയാണ്. ലൂപ്പക്കാൽ ഫെസ്റ്റിവലിന്റെ അന്ന് നടന്ന ഒരു വലിയ സംഭവം അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അന്ന് താൻ 3 തവണ ഒരു കിങ്ലി ക്രൗൺ അദ്ദേഹത്തിന് നൽകാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ 3 തവണയും സീസർ ആ ക്രൗൺ വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചു എന്ന് ആന്റണി വ്യക്തമാക്കുന്നു.
അധികാരം വേണ്ട എന്ന് പറയുന്ന ഒരാൾ എങ്ങനെയാണ് ആംബിഷ്യസ് ആകുന്നത് എന്ന് അദ്ദേഹം വളരെ ലോജിക്കലായി ചോദിക്കുന്നു. എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നത് സീസർ ആംബിഷ്യസ് ആണ് എന്നാണ്. ഒപ്പം അദ്ദേഹം ഒരു ഓണറബിൾ മാനുമാണ്. ഈ വാചകം ആവർത്തിക്കുന്നത് വഴി ബ്രൂട്ടസ് പറഞ്ഞത് മുഴുവൻ നുണയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അദ്ദേഹം. സീസറിന്റെ നല്ല പ്രവർത്തികളും ബ്രൂട്ടസിന്റെ വാദങ്ങളും തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്കിപ്പോൾ നന്നായി മനസ്സിലാകുന്നുണ്ട്. ആന്റണി വളരെ സമർത്ഥമായി ഐറോണിക്കലായ വാക്കുകളിലൂടെ ജനങ്ങളെ സത്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. I speak not to disprove what Brutus spoke, but here I am to speak what I do know. You all did love him once, not without cause. What cause withholds you then to mourn for him? O judgment, thou art fled to brutish beasts, and men have lost their reason. Bear with me. My heart is in the coffin there with Caesar, and I must pause till it come back to me. താൻ ബ്രൂട്ടസ് പറഞ്ഞതിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ വന്നതല്ല എന്ന് ആന്റണി പറയുന്നു. മറിച്ച് തനിക്കറിയാവുന്ന സത്യങ്ങൾ വിളിച്ചു പറയാൻ മാത്രമാണ് താനിവിടെ നിൽക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒരു കാലത്ത് ജനങ്ങളെല്ലാവരും സീസറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്നിട്ടും ഇപ്പോൾ അദ്ദേഹത്തിനു വേണ്ടി മോൺ ചെയ്യാൻ നിങ്ങൾക്കെന്താണ് തടസ്സം എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒടുവിൽ ആന്റണി സ്വന്തം ദുഃഖത്താൽ പൂർണ്ണമായും വലയുന്നതുപോലെ പെരുമാറുന്നു. ആളുകൾക്ക് വ്യക്തമായി ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടുവെന്നും അവർ ചിന്തിക്കാത്ത കാട്ടുമൃഗങ്ങളെപ്പോലെ ആയെന്നും അദ്ദേഹം വിലപിക്കുന്നു. തന്റെ ഹൃദയം സീസറിന്റെ ശവപ്പെട്ടിക്കുള്ളിലാണെന്ന് പറഞ്ഞ് അദ്ദേഹം വികാരഭരിതനാകുന്നു. തനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ സ്പീച്ച് അല്പനേരത്തേക്ക് നിർത്തുന്നു. ഇതൊരു ഗംഭീരമായ അഭിനയമായിരുന്നു. അതെല്ലാവരുടെയും മനസ്സ് കീഴടക്കി. തന്റെ വാക്കുകൾ, ഐറണി, ഇമോഷൻസ് എന്നിവ ഉപയോഗിച്ച് കുറച്ചു മുൻപ് വരെ കൊലപാതകികളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ക്രൗഡിന്റെ ചിന്തകളെ മാർക്ക് ആന്റണി എങ്ങനെ പൂർണ്ണമായി മാറ്റിയെടുത്തു എന്ന് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും.